ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാത്തതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ രൂക്ഷമായ വിമർശനം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കാത്തതിൽ വലിയ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ ഉയർന്നത്. ഒരു മണ്ഡലത്തിൽ നിന്ന് 2 ലക്ഷം രൂപ പിരിച്ചെടുക്കണമെന്നായിരുന്നു നിർദ്ദേശം. ഭൂരിപക്ഷം കമ്മിറ്റികളും പണം നൽകിയിട്ടും വീട് പണി തുടങ്ങിയില്ല. ഇത് ആകെ നാണക്കേടുണ്ടാക്കി. പിരിച്ചെടുക്കുന്ന 2,80,00,000 രൂപയും സ്പോൺസർഷിപ്പ് തുകയും ഉപയോഗിച്ച് 30 വീടുകൾ നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. ഈ അവസരത്തിൽ ഇവിടെ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്, ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡിവൈഎഫ്ഐ ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ചുരുങ്ങിയത് 25 വീടെങ്കിലും വെച്ചു കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ ഇവിടെ പറയാനുള്ളത്. 25 വീടിൽ കൂടുതൽ വെച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുക. വയനാട്ടിൽ കൈത്താങ്ങായി ഡിവൈഎഫ്ഐ. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 100 വീടുകൾ ഡിവൈഎഫ്ഐ വെച്ച് നൽകുന്നു. ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് ധാരണാപത്രവും സമാഹരിച്ച തുകയും കൈമാറും. ആക്രി ചലഞ്ചിലൂടെയും ബിരിയാണി ചലഞ്ചിലൂടെയും മറ്റും യൂണിറ്റ് തലത്തിൽ സമാഹരിച്ച തുക ഉപയോഗിച്ചാണ് വീടിന്റെ നിർമ്മാണം. മാതൃകാപരമാണ്. 20,47,00,000 രൂപ സമാഹരിക്കാൻ കഴിയുകയും 25 എന്ന പ്രഖ്യാപനം 100ലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. 100 വീടിനുള്ള പണം ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുന്ന രീതിയാണുള്ളത്. ഇപ്പോൾ ഇന്ന് ഞങ്ങൾ കൈമാറാൻ പോകുന്നത് ചെക്കാണ്. വീടിന് 20 ലക്ഷം വെച്ച് നോക്കുമ്പോൾ 100 വീടിനുള്ള പണം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ചെക്കന്മാർ കൊള്ളാം അല്ലേ? യുവാക്കളും യുവതികളും ഡിവൈഎഫ്ഐയിലെ പ്രവർത്തകരാണ്. അവർ പാത്രം കഴുകിയും ഈ വണ്ടി കഴുകിയും ആക്രി കച്ചവടം നടത്തിയും ഒക്കെയാണ് അവർ ഈ പണം സമ്പാദിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അധ്വാനത്തിൻ്റെ മൂല്യം കൂടിയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 100 വീടുകളാണ് ഡിവൈഎഫ്ഐ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ശ്രദ്ധേയമായ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം.